നമസ്തേ. HTSന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തതുപോലെ സമാസ പ്രകരണം തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സമാസങ്ങളെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ബോധം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദ്വിഗു സമാസം പറഞ്ഞു, നഞ്ഞു പറഞ്ഞു, നമ്മള് അവ്യയീഭാവൻ പറഞ്ഞു, കർമ്മധാരയൻ പറഞ്ഞു, തത്പുരുഷ സമാസത്തിന്റെ 7 വകഭേദങ്ങൾ പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ബഹുവ്രീഹി സമാസമാണ്. ബഹുവ്രീഹി സമാസം കുറച്ച് എക്സാമ്പിളോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരുപാടൊന്നുമില്ല, ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഏത് സമാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറെ എക്സാമ്പിളുകൾ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലെന്നാ പിന്നെ ഓക്കെ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോ ബഹുവ്രീഹിയുടെ പ്രത്യേകത എന്താണ്? അന്യപദാർത്ഥ പ്രധാനമാണ് അല്ലെ. മറ്റൊരു പദത്തിലേക്ക് അർത്ഥത്തെ അന്വയിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബഹുവ്രീഹി സമാസം. ബഹുവ്രീഹി അന്യപദാർത്ഥ പ്രധാന ബഹുവ്രീഹി. ബഹുവ്രീഹി ദ്വിധ, 2 തരത്തിലാണ് ബഹുവ്രീഹി. സാമാന്യ വിശേഷ ചേതി. സാമാന്യം വിശേഷം എന്നിങ്ങനെ 2 തരത്തിലാണ് ബഹുവ്രീഹി സമാസം. സാമാന്യ ഷഡ്പ്രകാരക. സാമാന്യ ബഹുവ്രീഹി 6 തരത്തിലുണ്ട്. ദ്വിതീയാർത്ഥ ബഹുവ്രീഹി പ്രാപ്തം ഉദകം യം സഹ പ്രാപ്തോദക ഗ്രാമഃ എന്നാണ് അർത്ഥം. തൃതീയാർത്ഥ ബഹുവ്രീഹി പീതം ക്ഷീരം യേന സഹ പീതക്ഷീരഃ ബാലഃ. ചതുർത്ഥ്യർത്ഥ ബഹുവ്രീഹി ദത്തഃ പശുഃ യസ്മൈ സഹ ദത്തപശുഃ രുദ്രഃ. അതിന്റെ അർത്ഥം അതാണ് കേട്ടോ. അർത്ഥം വരുന്നതാണ് അന്വയിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന അതേ ചെന്ന് ചേരുന്ന അർത്ഥമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പഞ്ചമ്യർത്ഥ ബഹുവ്രീഹി ഉദ്ധൃതം ജലം യസ്മാത് സഹ ഉദ്ധൃത ജലഃ കൂപഃ. കിണറിന്റെ വേറെ പേരാണ് ഉദ്ധൃത ജലം എന്നുള്ളത്. ഷഷ്ട്യർത്ഥ ബഹുവ്രീഹി പീതം അംബരം യസ്യ സഹ പീതാംബരഃ ഹരിഃ മഹാവിഷ്ണു. സപ്തമ്യർത്ഥ ബഹുവ്രീഹി ബഹൂനി ഫലാനി യസ്മിൻ സഹ ബഹുഫലഃ വൃക്ഷഃ എന്നാണ് അർത്ഥം. അപ്പൊ ഇത്രയും ഈ 6 തരത്തിലുള്ള ബഹുവ്രീഹി സമാസങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങളുടെ അടുത്ത് മിക്കവാറും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കുന്നത് ഒരു വാക്ക് തന്നിട്ട് ഇത്രയും ഇലാബറേറ്റ് ആയിട്ടൊന്നും വേണ്ടി വരില്ല. സാധാരണയായിട്ട് ബഹുവ്രീഹി സമാസം ഏതാന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ മതി. പരീക്ഷ എഴുതാനൊക്കെ അത് ധാരാളമാണ്. പഠിപ്പിക്കാനാണെങ്കിലും അത്രയൊക്കെയാണ് നമ്മുടെ അടുത്ത് ആവശ്യം വരുന്നുള്ളൂ. സാധാരണ ബഹുവ്രീഹി മറ്റുള്ള സമാസങ്ങളിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചറിയാം എന്നുള്ളത്. അത് വിഗ്രഹിച്ചു വരുന്ന പദങ്ങളിൽ വരുന്ന വിഭക്തി അനുസരിച്ചിട്ടാണ് ഈ വിഭക്തി അർത്ഥങ്ങൾ മാറി മാറി വിഭക്തിയുടെ വ്യത്യസ്ത ഭേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്ന് നോക്കാം. സമാനാധികരണ ബഹുവ്രീഹിരേവ സാമാന്യ ശബ്ദേന അത്ര വ്യവഹൃത. സമാനാധികരണത്തിൽ വരുന്ന ബഹുവ്രീഹിയാണ് ഇവിടെ സാമാന്യ ബഹുവ്രീഹി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷഡ്ഷ്വപി ഭേദേഷു വിഗ്രഹേ പദദ്വയമപി പ്രഥമാവിഭക്ത്യന്തം പദം ഭവതി കിന്തു അന്യ പദാർത്ഥസ്യ ബോധകം യത് ഇതി പദം വിഗ്രഹേ യാദൃശ വിഭക്ത്യന്തം ഭവതി തദ് വിഭക്തി അർത്ഥനാംന വ്യവഹാരഃ ക്രിയതേ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വിഗ്രഹിച്ചു വരുന്ന പദത്തിലെ അതിൽ വരുന്ന വിഭക്തി അനുസരിച്ചിട്ടാണ് ഈ ബഹുവ്രീഹിയുടെ വിഭക്തി നിർണയം നടത്തുന്നത്. ഉദാഹരണത്തിന് പീതം അംബരം യസ്യ സഹ എന്ന് പറയുന്നിടത്ത് യസ്യ സഹ എന്നുള്ളത് ഷഷ്ടിയാണ്. അതുകൊണ്ട് ഷഷ്ടിയന്ത ബഹുവ്രീഹി അങ്ങനെ വരുന്നു. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ അവസാനം വിഗ്രഹപദത്തിലെ അവസാനം വരുന്ന പദം നോക്കിയിട്ടാണ് ഏത് വിഭക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയാണ് സാമാന്യ ബഹുവ്രീഹി 6 തരത്തില് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ഇനി വിശേഷ നവധ. വിശേഷ ബഹുവ്രീഹി 9 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? വ്യധികരണ ചക്രം പാണോ യസ്യ സഹ ചക്രപാണിഹി. സംഖ്യോത്തരപദ വിംശതേഹേ സമീപേ യേ സന്ദീത്തെ ഉപവിംശഃ. സംഖ്യോഭയപദ ദ്വൗ വാ ത്രയോ വാ ദ്വിത്രാഃ. സഹ പൂർവപദ ശിഷ്യേണ സഹ വർത്തതേ ഇതി സശിഷ്യഃ. വ്യതിഹാരലക്ഷണ കേശേഷു കേശേഷു ഗൃഹീത്വാ ഇതി യുദ്ധം കേശാകേശി. ദിഗന്തരാലക്ഷണ ദക്ഷിണസ്യാഃ പൂർവസ്യാഃ ദിശോഃ യദന്തരാളം ദക്ഷിണപൂർവാ. നഞ്ഞു ബഹുവ്രീഹി അവിദ്യമാനഃ പുത്രഃ യസ്യ സഹ അപുത്രഃ. പ്രാതിബഹുവ്രീഹി നിർഗതാ കൃപ യസ്മാത് സഹ നിഷ്കൃപഃ. ഉപമാനപൂർവപദ ഗജാനനമിവ ആനനം യസ്യ സഹ ഗജാനനഃ.
അപ്പൊ ഇങ്ങനെയാണ് വിശേഷ ബഹുവ്രീഹി 9 തരത്തിൽ വരുന്നത്. നഞ്ഞ് ബഹുവ്രീഹി, പ്രാതി ബഹുവ്രീഹി, ഉപമാന പൂർവപദ ബഹുവ്രീഹിശ്ച സമാനാധികരണ ബഹുവ്രീഹൗ ഏവ അന്തർഭവന്തി. തത്തന്നാംന വ്യാഖ്യാനാദിഷു വ്യവഹ്രിയതേ ഇതി ജ്ഞാപനാർത്ഥം കേവലം വിശേഷേ യോജിതഃ. അപ്പൊ ഈ ബഹുവ്രീഹികളൊക്കെ സാമാന്യത്തിലും നമുക്ക് കാണാവുന്നതാണ് എന്നാണ് പറയുന്നത്. സമാനാധികരണത്തിൽ തന്നെ വരുന്നതാണ് എങ്കിലും വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി വേറെ വേറെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ബഹുവ്രീഹി സാമാന്യം വിശേഷം 2 തരത്തില്. ആദ്യത്തെ സാമാന്യത്തില് 6 തരത്തില് വിഭക്തി പ്രത്യയങ്ങള് വിഭക്തി അനുസരിച്ച്, രണ്ടാമത്തേല് 9 തരത്തില്. ഓക്കെ, ഇത്രയാണ് ബഹുവ്രീഹി സമാസം. അപ്പൊ ബഹുവ്രീഹി സമാസത്തെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. അതിൽ കുറെ ബഹുവ്രീഹികൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമസ്തേ.